തിയറം. ടി ഫ്രം r raised to n നിന്ന് r raised to m ക്കുള്ള ഒരു ഫംഗ്ഷൻ. അതൊരു മെട്രിക്സ് ട്രാൻസ്ഫർമേഷൻ ആവണമെങ്കിൽ if and only if t of u plus v equal to t of u plus t of v ആവണം. അതേപോലെ t of ku equal to k into t of u ആവണം. പ്രൂഫ് ചെയ്യാം. Assume T is a matrix transformation. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ മെട്രിക്സ് ട്രാൻസ്ഫർമേഷൻ ആണെങ്കിൽ T of u plus v equal to T of u plus T of v ആവുന്നു. അത് ഏകദേശം ഒരു മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിരുന്നു. അതേപോലെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇങ്ങനെയായിരുന്നു, T of ku equal to k into T of u ആവുന്നു. അപ്പോൾ ആ തൊട്ട് മുമ്പത്തെ റിസൾട്ട് ഇവിടെയും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പ്രൂഫ്, ആ ഒരു ഭാഗം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി തിരിച്ച് conversely assume that T of u plus v equal to T of u plus T of v ആണ്. അതേപോലെ T of ku equal to k into T of u ആണെന്ന് വിചാരിക്കും. ഇനി കാണിക്കേണ്ടത് T ഒരു മെട്രിക്സ് ട്രാൻസ്ഫർമേഷൻ ആണ്. അഥവാ T of u എന്ന് പറയുന്നതും ഒരു a into u എന്ന് പറയുന്നതും ഈക്വൽ ആണ്. T എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് ഉണ്ട്. T of u എന്നാൽ that is equal to au എന്നാണ് എനിക്ക് കാണിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കൂ. നമുക്ക് തന്നിട്ടുണ്ട് T of u plus v എന്ന് പറഞ്ഞാൽ T of u plus T of v ആണെന്നും T of ku is equal to k into T of u ആണ്. കാണിക്കേണ്ടത് T of u equal to au. അപ്പോൾ u എടുക്കാൻ T of x എടുക്കാം. T of x equal to ax എന്ന് കാണിക്കാം. അപ്പൊ x എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് വിചാരിച്ചോ, x1 x2 എക്സെട്ര xn ആണെന്ന് വിചാരിച്ചോ. ഇനി കാണിക്കേണ്ടത് Tx equal to ഒരു സം ax, a എന്നുള്ള മെട്രിക്സ് കിട്ടും, ax ആണ് കാണിക്കാൻ വേണ്ടത്. ഓക്കെ, അപ്പൊ x equal to x1 x2 എക്സെട്ര xn എടുത്തു. xn എടുക്കാൻ കാരണം t എവിടുന്ന് എവിടുക്കുള്ള ഫംഗ്ഷനാ, r raised to n എന്ന് r raised to m ക്കുള്ള ഫംഗ്ഷൻ. അപ്പൊ ഇവിടുന്ന് ഒരു x എടുത്തു, x1 x2 എക്സെട്ര xn. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ x1 നെ സ്റ്റാൻഡേർഡ് ബേസ് വെച്ച് നമുക്ക് ജനറേറ്റ് ചെയ്തൂടെ. അപ്പൊ ഇതിനെങ്ങനെ എഴുതിക്കൂടെ, x1 into 1 0 0 0 എക്സെട്ര 0 plus x2 into 0 1 0 0 എക്സെട്ര 0 plus എക്സെട്ര xn into 0 0 0 എക്സെട്ര 1. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ എന്തായി മാറും, x1 0 0 0 ഇവിടെ 0 x2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 into 1 x1 x1 into 0 0. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 0 0 0 ആവും. ഇതാവുമ്പോൾ 0 x2 0 0 ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടുമല്ലോ. അപ്പൊ ഇതിനെ x-നെ നമുക്ക് ഈ ഫോർമാറ്റിലാക്കി മാറ്റാലോ. അപ്പൊ T of അഥവാ x1 into e1 എന്ന് പറഞ്ഞ വെക്ടർ ആണേ, x2 ഒരു റിയൽ നമ്പർ, ഒരു നമ്പർ x2 into e2 plus എക്സെട്ര xn into en എന്ന് എഴുതിക്കൂടെ. ഇതല്ലേ നമ്മളെ x. അപ്പൊ അങ്ങനെ ആകുമ്പോൾ T of x equal to അപ്പൊ നോക്കൂ, ഈ e1 എവിടുത്തെ എലമെന്റാ, ഈ ഇവിടെ n റോസ് ഉണ്ടല്ലോ, ഇവിടെ n റോസ് ഉണ്ടാവുമല്ലോ. ഇത് ഒരു n റോസും ഇങ്ങനല്ല ഉണ്ടാവുക, n റോസും ഒരു കോളം ഉണ്ടാവൂലേ. അഥവാ ഇതിൽ ഇത് പറഞ്ഞാൽ അത് ബിലോങ്സ് ടു Rn എലമെന്റ് അല്ലേ, ഇത് ബിലോങ്സ് ടു Rn അല്ലേ, കാരണം ഇവിടെ n എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, x1 into e1 plus x2 into e2 plus എക്സെട്ര into xn en. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും T of x? T of x equal to T of x1 e1. x പറഞ്ഞാൽ ഇതാണ്, രണ്ട് ഭാഗത്തും t അപ്ലൈ ചെയ്തു, x1 e1 plus x2 e2 plus എക്സെട്ര xn en ആവൂലേ. നമുക്കറിയാം T of u plus v എന്ന് പറഞ്ഞാൽ T of u plus T of v അല്ലേ. അപ്പൊ അങ്ങനെ പ്ലസ് ആക്കി വന്നാൽ സെപ്പറേറ്റ് ചെയ്തൂടെ. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, that is equal to T of x1 e1 plus T of x2 e2 plus etc plus T of xn en എഴുതിക്കൂടെ. that is equal to നമുക്കറിയാം T of k into u എന്ന് പറഞ്ഞാൽ k into T of u അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, that is equal to
x1 into t of e1 plus x2 into t of e2 plus etc xn into t of en എഴുതി കൂടെ. ഞാനൊരു പുതിയ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആ മെട്രിക്സ് എങ്ങനെ എടുക്കണമെന്ന് അറിയോ? ഞാൻ ഈ ടി കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് കിട്ടണ്ടേ എനിക്ക്. ഞാൻ മെട്രിക്സ് എടുക്കാൻ പോണത് a is equal to ഇപ്പൊ ടി ഓഫ് e1 എന്ന് പറയുമ്പോഴേ ഒരു ഇങ്ങനെ ഉണ്ടാവൂലേ, ഇത് ടി ഓഫ് e1. ഈ ടി ഓഫ് e2 എങ്ങനെ ഉണ്ടാവുക? എങ്ങനെ എഴുതാൻ കാരണം നോക്കൂ, e1 എന്നുള്ള എലമെന്റ് Rnth അല്ലേ, ടി എന്നുള്ള ഫംഗ്ഷൻ Rn എന്ന് Rmക്ക് അല്ലേ, e1 Rnth എലമെന്റ് അല്ലേ. നോക്കൂ ഇതാ e1 ഇത് e1 ആണ്. e1 എവിടുത്തെ എലമെന്റാ? കാരണം n ആൾക്കാരുണ്ട് ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത് Rnth എലമെന്റ് ആണ്. e1 ഉം e2 ഒക്കെ Rnth എലമെന്റ് ആണ്. അപ്പൊ e1 ബിലോങ്സ് ടു Rn ആണ്. അപ്പൊ e1 Rn എന്നാണെങ്കിൽ ടി Rn എന്ന് Rmക്കുള്ള ഫംഗ്ഷൻ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് e1 എവിടുത്തെ എലമെന്റ് ആയിരിക്കും? Rmth എലമെന്റ് ആയിരിക്കും. Rmth എലമെന്റ് എന്ന് പറയുമ്പോൾ ഇതില് ടി ഓഫ് e1 ഇപ്പൊ ഒരു അറിയില്ല, ഒരു ഇതിനെ എന്ത് പേര് വിളിച്ചു? w1 എന്ന് പേര് വിളിക്കുകയാണെങ്കിൽ w1 എത്ര ആൾക്കാരുണ്ടാവും? 1 2 3 എക്സെട്ര m ആൾക്കാരുണ്ടാവും. മൊത്തം m ആൾക്കാരുണ്ടാവും. കാരണം അത് ബിലോങ്സ് ടു Rm എന്നാണ്. e1 Rn ആയതുകൊണ്ട് e1 n ആൾക്കാരുണ്ടാകുന്നില്ലേ? 1 0 0 0. അതേപോലെ e1 ന്റെ ഇമേജ് ആയിട്ടുള്ള ടി ഓഫ് e1 ഉണ്ടല്ലോ, ആ ടി ഓഫ് e1 w എന്ന് വിളിക്കുകയാണെങ്കിൽ w എത്ര ആൾക്കാരുണ്ടാവും? m ആൾക്കാരുണ്ടാവും. therefore r is to m താളാണ്. അപ്പൊ ടി ഓഫ് e1 എലമെന്റിന് എങ്ങനെ എഴുതി? ടി ഓഫ് e2 എലമെന്റിന് എങ്ങനെ എഴുതി? ടി ഓഫ് e3 എലമെന്റിന് എങ്ങനെ എഴുതി? എക്സെട്ര ടി ഓഫ് en എലമെന്റ് എങ്ങനെ എഴുതി? അങ്ങനെ ആകുമ്പോൾ ഇവിടെ എത്ര ആൾക്കാരുണ്ടാവും? ഇത് ടി ഓഫ് e1 എങ്ങനെ എഴുതിക്കണല്ലോ. ഇങ്ങനെ എഴുതുന്ന പറഞ്ഞ അർത്ഥം ഇവിടെ മൊത്തം m ആൾക്കാരുണ്ടാവൂലേ, m റോസും ഉണ്ടാവും. അതേപോലെ എത്ര കോളംസ് ഉണ്ടാവും? n കോളംസ് ഉണ്ടാവും. കാരണം ടി ഓഫ് e1 ടി ഓഫ് e2 ടി ഓഫ് e3 അങ്ങനെ ടി ഓഫ് en അങ്ങനെ 1 2 n എണ്ണം ഉണ്ടാവും. അപ്പൊ m റോസും n കോളംസ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഒരു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. a is equal to ഈ ഒരു മെട്രിക്സ് ഇത് എഴുതി വെക്കുന്നത് അങ്ങനെയല്ല. a is equal to ഒരു മെട്രിക്സ് ടി ഓഫ് e1 ബാർ ടി ഓഫ് e2. ഈ റെപ്രസെന്റേഷൻ ഒരുപാട് ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ പറഞ്ഞിട്ട് കുറച്ച് ഒരു 3-4 ക്ലാസ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടി ഓഫ് e2 ടി ഓഫ് e3 എക്സെട്ര ടി ഓഫ് en എഴുതി വെക്കാം. ഓക്കെ, ഇങ്ങനെ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ പറയാൻ പോണത് അങ്ങനെയാണെങ്കിൽ ടിയും എയും ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ടിയും എയും ഒന്ന് തന്നെയാണ്. ഇനി ഞാൻ കാണിക്കാൻ പോണത് ax ഈക്വൽ ടു ടി ഓഫ് എക്സ് എന്ന് കാണിക്കാൻ പോവാണ്. ഓക്കെ, എന്തായിരിക്കും ax ഉണ്ടാവുക? ax is equal to ആ മെട്രിക്സ് ഈ മെട്രിക്സ് ഇൻറ്റു എക്സ് അല്ല ഉണ്ടാവുക. ഈ മെട്രിക്സ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ആൻസർ കിട്ടുക അറിയോ? ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നാമത്തെ റോ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് കിട്ടുക അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 ടി ഓഫ് e1 പ്ലസ് x2 ടി ഓഫ് e2. നമുക്കറിയാം ഇതും എക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക അല്ലേ. ഇതിപ്പോ മെട്രിക്സ് x1 x2 എക്സെട്ര xn ആണെങ്കിൽ 1 മിനിറ്റ് ഇനി കാണിക്കാൻ പോണ എന്താ? ax ഈക്വൽ ടു ടി എക്സ് ആണ് കാണിക്കാൻ പോവാണ്. എന്താണ് ax? ax എന്ന് പറയുമ്പോൾ ടി ഓഫ് e1 ബാർ ടി ഓഫ് e2 ഇതൊക്കെ ഒരു കോളംസ് ആട്ടോ. എക്സെട്ര ടി ഓഫ് en ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ x1 x2 എക്സെട്ര xn ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ x1 ഇൻറ്റു ടി ഓഫ് e1 മൾട്ടിപ്ലിക്കേഷൻ ഭാഗത്ത് x2 ഇൻറ്റു ടി ഓഫ് e2 പ്ലസ് എക്സെട്ര xn ഇൻറ്റു ടി ഓഫ് en ആണ് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആ മെട്രിക്സിന്റെ പ്രോപ്പർട്ടി തന്ന അസംഷൻ നമുക്കറിയാം. ഇങ്ങനെ വന്നാൽ ഇത് എങ്ങനെ ആക്കി മാറ്റാം? ദാറ്റ് ഇസ് ഈക്വൽ ടു ടി ഓഫ് x1 e1 എന്ന് എഴുതി കൂടെ. എന്താ കാരണം? ടി ഓഫ് x1 e1 എന്ന് പറഞ്ഞാൽ x1 ടി ഓഫ് e1 അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു ടി ഓഫ് x2 e2 എന്ന് എഴുതി കൂടെ പ്ലസ് എക്സെട്ര ടി ഓഫ് xn e എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം അഡിറ്റീവ് പ്രോപ്പർട്ടി ടി ഓഫ് യു പ്ലസ് വി ഈക്വൽ ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ആയിരുന്നു. അങ്ങനെ ആകുമ്പോൾ ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി എന്ന് പറഞ്ഞാൽ ടി ഓഫ് യു പ്ലസ് വി എന്ന് എഴുതാം. x1 e1 പ്ലസ് x2 e2 പ്ലസ് എക്സെട്ര xn e എന്ന് എഴുതാം. That is equal to t of x.
നോക്കൂ AX ഈക്വൽ ടു TX ആയി. അതിനർത്ഥം ഈ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു മെട്രിക്സ് എ എന്നുള്ള മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഈ കണ്ടോ എ എന്നുള്ള മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. സച്ച് ദാറ്റ് AX ഈക്വൽ ടു TX ആണ്. Therefore നമ്മുടെ എ എന്നുള്ള നമ്മുടെ ടി എന്നുള്ള നമ്മുടെ എ എന്നുള്ള മെട്രിക്സ് ടി എന്നുള്ള ആ നമ്മുടെ ഓപ്പറേഷനോട് ഈക്വൽ ആണ്. Therefore ടി ഒരു മെട്രിക്സ് ട്രാൻസ്ഫർമേഷൻ ആണ്. ഓക്കെ.